ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എളുപ്പവും സന്തോഷവുമാർന്ന ജീവിത വഴി ഇസ്ലാം എന്നത് നമുക്ക് നൽകിയിട്ട് അതുപേക്ഷിച്ച് നാം കഷ്ടപ്പെടുന്നതിൻ്റെ വിഡ്ഢിത്തം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അനാവശ്യ ഭാരങ്ങൾ ചുമലിലേറ്റി നാം തളർന്നത് അവൻ കാണുന്നു. വെള്ളമെന്ന് കരുതി മരീചികകൾക്ക് പിറകിലോടി അവശരായിപ്പോയ നമ്മുടെ കിതപ്പുകൾ അവൻ കേൾക്കുന്നു. പ്രശ്നത്തിരമാലകളുടെ ഇരുട്ടിനടിയിൽ പെട്ടുപോയി സഹായത്തിന് കൈകളൊന്ന് പുറത്തേക്ക് നീട്ടാൻ പോലും കഴിയാത്ത ദൈന്യതയിലാണ് നാം അകപ്പെട്ടിരിക്കുന്നത് എന്ന് അവൻ കാണുന്നു. ഞാൻ പറഞ്ഞതുപോലെ നടക്കാത്തത് കൊണ്ടാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്, അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് മനുഷ്യനാണെങ്കിൽ വെക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു കതബ അലാ നഫ്സിഹി റഹ്മ, കാരുണ്യം തൻ്റെ ഗുണമായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അവനെ പരിചയപ്പെടുത്തുന്നത്. അവൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യത്തിൽ നിന്നുകൊണ്ട് ഇത്രമാത്രം സ്വയം കൃതാനർത്ഥങ്ങളിൽ സ്വന്തമായി ചെയ്ത വിഡ്ഢിത്തങ്ങളിൽ മനുഷ്യൻ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും അവനെ സഹായിക്കേണ്ടതും അവനെ രക്ഷിക്കേണ്ടതും അവന് തുറവി നൽകേണ്ടതും തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്ന അള്ളാഹു ഓരോ 11 മാസങ്ങൾക്ക് ശേഷവും മനുഷ്യന് സവിശേഷമായ ഒരു സമയം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അതാണ് വിശുദ്ധ റമളാൻ മാസം. ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള പോക്കിനെക്കുറിച്ച് ഒന്നാലോചിക്കാൻ, മുന്നോട്ട് അവൻ തന്നത് എത്ര സമയമാണോ ആ സമയം അവൻ്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നയിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സഡൻ ബ്രേക്കാണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ റമളാൻ മാസവും. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, അവനൊരിക്കൽ കൂടി ഈ മാസത്തിൽ നമ്മളെ എത്തിച്ചിരിക്കുന്നു. ഈ മാസം എത്തുന്നതിന് തൊട്ടു മുമ്പായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകൾക്ക് കിട്ടാതെ പോയ സൗഭാഗ്യമാണ് അവൻ്റെ കാരുണ്യത്താൽ അവൻ നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് കാര്യത്തിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നുവോ അതിലും മികച്ചത് അവൻ നിങ്ങൾക്ക് തരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരമാണ് അള്ളാഹുവിനെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനാൽ ഒരിക്കൽ കൂടി അൽഹംദുലില്ലാ. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂറ അൽ ബഖറയിലെ ഈ ആയത്ത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നാം പാരായണം ചെയ്യാറുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരവസരമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും മനുഷ്യന് സംശയം തോന്നിയേക്കും. ഞാൻ എൻ്റെ അന്നപാനങ്ങൾ ഉപേക്ഷിച്ച് എൻ്റെ ഭോഗതാൽപ്പര്യങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ ഒരു മാസക്കാലം കഴിയുക എന്നുള്ളത് കുറച്ചൽപ്പം പ്രയാസകരമായ ഒരു കാര്യമല്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവാം, അല്ലെങ്കിൽ ഇബ്ലീസ് നമ്മളെ തോന്നിക്കാം. അതിനാൽ ആ പറയുന്ന ഭാഗത്ത് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എളുപ്പമാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അവൻ്റെ ദീൻ തന്നെ എളുപ്പമാണ്. അദ്ദീനു യുസ്റുൻ എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളതാവണം, അല്ലെങ്കിൽ എളുപ്പമുള്ളതാണ്. യാത്രക്കാരായ ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക് റമളാൻ മാസത്തിൽ തന്നെ നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. അവർക്ക് പിന്നീട് നോമ്പിനുള്ള പ്രായശ്ചിത്തം ചെയ്താൽ മതി, നോമ്പ് വീട്ടുകയോ ചെയ്താൽ മതി എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് അതാണ്. യുരീദു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അവൻ നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്ന ആളല്ല. അവൻ നിങ്ങളെ 13-14 മണിക്കൂർ അന്നപാനങ്ങൾ ഉപേക്ഷിച്ച് പട്ടിണിക്കിട്ടതുകൊണ്ട് അവന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനങ്ങൾ കിട്ടാനുള്ളത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാധാരണയുള്ള ഒരു പോക്കിനെ തലകുത്തനെ നിർത്തിക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് ഒന്ന് ആലോചിപ്പിക്കുകയും അതുവഴി നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. അയ്യാമം മഅദൂദാത്ത്, ആ പ്രയോഗം പോലും നമ്മൾ നോക്കുക. ഒരു മാസമല്ലേ, ഒരു മാസം പട്ടിണി കിടക്കണോ എന്നല്ല.
വളരെ കുറഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് പറയുന്നിടത്താണ് സാധാരണ നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എണ്ണപ്പെട്ട ദിവസങ്ങളെന്നാണ് പറയുക. സാധാരണ ആ ഒരു ശൈലി മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് വളരെ കുറച്ച് ദിവസമല്ലേ എന്ന അർത്ഥത്തിലാണ്. സാധാരണ പരീക്ഷയൊക്കെ അടുത്ത സന്ദർഭത്തിൽ സ്റ്റഡി ലീവിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കളായ നമ്മൾ കുട്ടികളോട് പറയാറുണ്ടല്ലോ, പഠിച്ച് മടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്ര ദിവസം പഠിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുറച്ച് ദിവസമല്ലേ, ഒരാഴ്ചയല്ലേ, 2 ആഴ്ചയല്ലേ എന്നൊക്കെ പറയുന്ന ശൈലിയിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഈ പരിശീലനത്തിൽ നിങ്ങൾ ഏർപ്പെടേണ്ടത് വളരെ കുറഞ്ഞ ഒരു കാലമാണ്. ഇനി ഈ നോമ്പ് നിങ്ങൾക്ക് മാത്രം പുതിയതായി എന്തെങ്കിലും സംഗതിയായി വന്നുപെട്ടു എന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ലോകത്തിൽ ആദ്യമായി നോമ്പ് നോൽക്കുന്ന സമുദായമാണ് ഞങ്ങൾ എന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളും പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമാണ് ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ദീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രയാസകരമായി ബുദ്ധിമുട്ടായി മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ള ഇസ്ലാമേതര പരിസരങ്ങളുടെ തോന്നലിനെ പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ട് അള്ളാഹു ഒരുപക്ഷെ മനുഷ്യന് പ്രയാസകരമായി തോന്നാൻ സാധ്യതയുള്ള നോമ്പിനെപ്പറ്റി പോലും നിങ്ങൾക്കത് വളരെ എളുപ്പം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്. മുമ്പും ആളുകൾ ചെയ്തിട്ടുള്ളതാണ്, സാധാരണ മനുഷ്യർ ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ കുറഞ്ഞ ദിവസത്തേക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരുവാനുള്ള പ്രോത്സാഹനം നൽകുകയാണ് കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കുള്ള മെച്ചം? ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ, ഭക്തി എന്ന നമ്മളതിനെ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാർത്ഥം നമ്മൾക്ക് കിട്ടുക സാധ്യമല്ല. അള്ളാഹുവിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവനെ ജീവിതത്തിൻ്റെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾ നയിക്കുന്ന ജീവിതം. മഹാനായ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ 4 പേരിൽ നിന്ന് നിങ്ങളത് ഓതി കേൾക്കണം എന്ന് പറഞ്ഞവരിലെ പ്രമുഖനായ സഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉബയ്യെ എന്താണ് തഖ്വ എന്ന്? അപ്പോൾ ഉബയ്യ് പറയുന്നു റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, മുള്ളൊക്കെ ഉള്ള വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ഉമറെ താങ്കൾ എങ്ങനെ നടക്കും? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനെൻ്റെ വസ്ത്രങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് വസ്ത്രങ്ങളിൽ മുള്ളു കൊള്ളാതിരിക്കാൻ പാകത്തിന്, വസ്ത്രങ്ങൾ അവിടെ കുടുങ്ങി പോകാതിരിക്കാൻ പാകത്തിന് സൂക്ഷിച്ചാവും ഞാൻ നടക്കുക. ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് തഖ്വ. എനിക്ക് തോന്നുന്നു തഖ്വയുടെ ഏറ്റവും ലളിതമായൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അസറാണ്, ഈ സഹാബികളിൽ നിന്ന് പറയപ്പെട്ടിട്ടുള്ള ഈ കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴികളെന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്നുള്ളത് നമുക്കറിയാം. പ്രയാസങ്ങളുള്ളതാണ്, പ്രലോഭനങ്ങളുള്ളതാണ്. അതിനാൽ അത്തരം പ്രയാസങ്ങൾ അതിജീവിക്കാൻ, പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കാൻ എങ്ങനെയാണോ നിങ്ങൾ സൂക്ഷിച്ച് സാധാരണ മുള്ളുള്ള വഴിയിലൂടെ നടക്കുക, അപ്രകാരം വേണം നിങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന ജീവിത വഴിയിലൂടെ നടക്കാൻ എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ തഖ്വയുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് മെച്ചം? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ തഖ്വ എന്ന് പറയുന്നത് അത് മാത്രം ഒരു സ്വയം ലക്ഷ്യമല്ല, ലക്ഷ്യങ്ങളിലൊന്നാണ്. പക്ഷെ അതിനപ്പുറത്ത് തഖ്വ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വഴി ഉണ്ടാകേണ്ടുന്ന മഹിതമായ മറ്റൊരു ലക്ഷ്യമുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളാൻ. വിശുദ്ധ ഖുർആനാണ് സന്മാർഗദർശകമായ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, അടിയാധാരം എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ഒരു മുന്നുപാധിയാണ്, പ്രീറിക്വിസിറ്റാണ് തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൂറ ബഖറയുടെ 2ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതിനാൽ തഖ്വ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ ഭരണഘടനയായി അംഗീകരിച്ചുകൊണ്ട്, അത് കേവലം ഒരു പുസ്തകമല്ല. സാധാരണ ഈ റമദാൻ മാസം വരുമ്പോൾ ആളുകൾക്കുണ്ടാകാവുന്ന ചില സംശയങ്ങളുണ്ട്. ഞാൻ ഓതുന്നതാണോ നല്ലത്, അർത്ഥമറിയുന്നതാണോ നല്ലത് എന്നൊരു കൺഫ്യൂഷനിൽ ചിലപ്പോൾ റമദാൻ അങ്ങ് തീർന്നു പോകും. ഓതുന്നത് വളരെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഓരോ ഹർഫിനും പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓതുന്ന ബർക്കത്ത് മാത്രം പോരാ നമുക്ക്. മറിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ കണ്ണാടിയായി വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മാറ്റാനുള്ള ശ്രമം നമ്മൾ നടത്തുമ്പോഴാണ് ഖുർആൻ പാരായണം ഉപകാരപ്രദമാവുക. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഖുർആൻ എന്താണ് എന്നോട് പറയുന്നത് എന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ ധാരാളം ഉപമകളും കഥകളും അലങ്കാരങ്ങളുമൊക്കെ പറഞ്ഞ്
അള്ളാഹുവിൻ്റെ മാർഗത്തോട് നമ്മെ ചേർത്ത് നിർത്താൻ വലിയ ശ്രമം നടത്തുന്നുണ്ട്. മനുഷ്യന് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന നിർഭാഗ്യവാന്മാരായിത്തീരുന്നു നമ്മൾ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ വിശുദ്ധ ഖുർആനും നബിയും മുന്നിൽ വെച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ജീവിതത്തിൽ ഇത്രയും സന്തോഷത്തിൻ്റെയും ഇത്രയും ആഹ്ലാദത്തിൻ്റെയും ഇത്രയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ്. പക്ഷെ പിശാച് നിരന്തരമായി നമ്മളെ പ്രബോധനം ചെയ്യുന്നു. ഇതൊരു ഇടങ്ങേറല്ലേ, ഇതൊരു പ്രയാസമല്ലേ? വിശുദ്ധ ഖുർആൻ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്തിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അരുത്, പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, പെരുമാറ്റങ്ങളുടെ കാര്യത്തിൽ, സാമൂഹ്യ മര്യാദകളുടെ കാര്യത്തിൽ. മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് ത്വയ്യിബായ മുഴുവൻ സംഗതികളും ഹലാലാക്കി തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ സന്തോഷം പോരാ, ഈ സുഖം പോരാ, നിനക്ക് ഇതിനപ്പുറത്തും സന്തോഷങ്ങളും സുഖങ്ങളുമുണ്ട് എന്ന് പിശാച് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നിഷേധികൾ അകപ്പെട്ടു പോകുന്നൊരു കെണിയെക്കുറിച്ച് അള്ളാഹു സൂറത്ത് നൂറിൽ പറയുന്നുണ്ട്. വല്ലദീന കഫറു അഅ്മാലഹും കസറാബിൻ ബിഖിയ. മരുഭൂമിയിലെ മരീചിക പോലെയാണ് യഥാർത്ഥത്തിൽ നിഷേധികളായ ആളുകളുടെ പ്രവർത്തനങ്ങൾ. യഹ്സബുഹുൽ വംആനു മാഅ. ദാഹിച്ച് വലഞ്ഞവൻ ദൂരെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് കാണുമ്പോൾ അയാൾ വിചാരിക്കുന്നു അത് വെള്ളമാണെന്ന്. ഇദാ ജാഅഹു ലം യജിദ്ഹു ശൈഅ. അതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും അവന് കാണാൻ സാധ്യമല്ല. അടുത്തൊരു വാചകം അള്ളാഹു പറയുന്നു, വവജദല്ലാഹ ഇൻദ. അവിടെ അവൻ അള്ളാഹുവിനെ കാണും. അള്ളാഹു നമ്മൾക്ക് നൽകിയ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴി ഒഴിവാക്കിക്കൊണ്ട് മറ്റവൻ്റെ വഴിയാണ് നല്ലത് എന്ന് വിചാരിച്ച് പലതിൻ്റെയും പിറകിൽ നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജീവിതം തന്നെ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പഠിപ്പിക്കുന്നുണ്ട് അല്ല, അള്ളാഹു പറഞ്ഞതിലാണ് യഥാർത്ഥ സന്തോഷമുള്ളത്, യഥാർത്ഥ സമാധാനമുള്ളത്. പക്ഷെ അത് ബോധ്യമായി കഴിഞ്ഞാൽ, അള്ളാഹു പറഞ്ഞ ആ സത്യത്തെ കണ്ടെത്തി കഴിഞ്ഞാലും നമ്മൾ വീണ്ടും അടുത്ത മരീചികൾക്ക് പിറകിൽ, അടുത്ത ഈ സംഗതികൾക്ക്, വ്യാമോഹങ്ങൾക്ക് പിറകിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയുന്ന കാര്യം, എന്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾക്ക് സെറ്റിലാവണം. അള്ളാഹു എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ സെറ്റിലാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോരുത്തരും അവരവരുടെ പ്രായം വെച്ച് ആലോചിച്ച് നോക്കുക. എപ്പോഴാണ് നമ്മൾക്ക് എനിക്കെല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്ന് ഞാൻ സെറ്റിലായിരിക്കുന്നു എന്ന ഒരു ബോധമുണ്ടായത്? ചെറുപ്പപ്രായത്തിൽ വിചാരിക്കും നമ്മളുടെ പഠനം കഴിഞ്ഞ് ജോലിയായി, പൈസയൊക്കെ ആവശ്യത്തിനായി, വാഹനങ്ങളായി, വീടായി, ഭാര്യയായി, സന്താനങ്ങളായി കഴിഞ്ഞാൽ ലൈഫ് ഒന്ന് സെറ്റിലായി എന്ന്. പക്ഷേ ലൈഫ് അതിൻ്റെ അടുത്ത ഫേസിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ ഉണ്ടാകാതിരുന്ന ഒരുപാട് അസ്വസ്ഥതകൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരികയാണ് ഇത്തരം അറ്റൈൻമെൻറ്റുകൾ വഴി, ഇത്തരം നേട്ടങ്ങൾ വഴി എന്ന് ജീവിതം നമ്മളെ പഠിപ്പിച്ചതാണ്. അതിനാൽ അങ്ങനെയൊരു തോന്നൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതില്ല. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ വഴി കുടുംബമാണ്, വിവാഹമാണ് എന്ന് അള്ളാഹുവിൻ്റെ ദീനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുമ്പോൾ അല്ല, അത് ജീവിതത്തിൻ്റെ ആസ്വാദ്യത കെടുത്തിക്കളയും. നമ്മൾ ആലോചിക്കാറില്ല, നമ്മളിങ്ങനെ അവിവാഹിതരായി കുറേ കാലം ജീവിച്ചിട്ട് എന്ത് ആസ്വാദ്യതയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്നത് എന്നുള്ളത്, ഒരു ആസ്വാദ്യതയും കിട്ടുന്നില്ല എന്നുള്ളത് ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് കണ്ടാൽ പോലും അത് നീട്ടി കൊണ്ടുപോയി അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച്, മാനക്കേടുകൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും. അതാണ് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവല്ലാത്ത ഒരിടത്തും, അള്ളാഹുവിൻ്റെ ദീനല്ലാത്ത ഒരിടത്തും നിങ്ങൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴി അന്വേഷിക്കുന്ന വിഡ്ഢിത്തത്തിൽ നിങ്ങൾ അകപ്പെട്ടുകൂടാ. പക്ഷേ ഈ ഒരു മാനുഷിക ഭാവം അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അതുണ്ട്. നിങ്ങൾക്ക് 100,000 സംഗതികൾ തന്ന് ഒരു സംഗതി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സംഗതിയോട് നമ്മൾക്കൊരു പ്രത്യേകമായ താല്പര്യം തോന്നും. മുമ്പ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് എക്സിബിഷന് പോയ സമയത്ത് ഒരു സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിക്കും. അവിടെ ആളുകൾ തൊടുക, കൈ പിൻവലിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആ എക്സിബിഷൻ സ്റ്റാളിൻ്റെ പ്രത്യേകത. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ തൊടരുത് എന്നാണ്. ലൈനിൽ പോകുന്ന എല്ലാ ആളുകളും അവിടെ ഒന്ന് തൊട്ടു നോക്കും. കാരണം അത് മനുഷ്യൻ്റെ ഒരു പ്രേരണയാണ്, അത് നമ്മൾക്കുണ്ടാകുന്നൊരു പ്രേരണയല്ല. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ടല്ലോ, വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. നീ എല്ലാ സുഖാസ്വാദനങ്ങളും അനുഭവിച്ചോളൂ, സ്വർഗമാണ് നിൻ്റെ മുന്നിലുള്ളത്, അവിടുത്തെ എല്ലാ കായ്ക്കനികളും നീ അനുഭവിച്ചോളൂ.
വലാ തഖ്റബ ഹാദിഹി ഷജറ, പക്ഷേ ഈ പ്രത്യേകമായ മരത്തെ നീ സമീപിക്കരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ അക്രമികളിൽ പെട്ടുപോകും. ആദി പിതാവാണ്, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യനാണ്. പക്ഷേ പിശാചിങ്ങനെ വന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു, എന്തേ നിങ്ങൾ അത് കഴിക്കുന്നില്ല? എന്താണ് അതിൻ്റെ ടേസ്റ്റ്? അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ്സിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കറിയുമോ? ചിരഞ്ജീവികളായി മാറണ്ടേ നിങ്ങൾക്ക്? കാലാകാലം ജീവിക്കേണ്ടേ നിങ്ങൾക്ക്? എന്നൊക്കെ പറഞ്ഞുള്ള പ്രലോഭനത്തിൽ ആദം നബിയും അവിടുത്തെ ഇണയും വീണുപോയി. അപ്പോൾ അള്ളാഹ് അവരോട് ചോദിക്കുന്നുണ്ട്, വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ അൻ തിൽകുമാ ഷജറ വഖുൽ ലകുമാ ഇന്ന ശൈത്താന ലകുമാ അദുവ്വുൻ മുബീൻ. അവരുടെ നഗ്നത വെളിപ്പെട്ടു. സംഭവം നമ്മൾക്കറിയാം. നാണം വന്നു. സ്വർഗത്തിലെ ഇലകളെടുത്ത് അവർ നാണം മറച്ചു. അപ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ചപ്പോൾ അള്ളാഹ് അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? കുട്ടികളോട് നമ്മൾ പറയാറുണ്ടല്ലോ, മോനെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് അങ്ങോട്ട് പോകരുത്, ആ കൂട്ടുകെട്ടിൽ നീ ഉണ്ടാകരുത്, ആ സമയത്ത് നീ അവിടെ ഉണ്ടാകരുത് എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്ന ശൈലിയിൽ അള്ളാഹു അതിലേറെ സ്നേഹവാത്സല്യങ്ങളോട് അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അല്ല മന്നഹകുമാ അൻ തിൽകുമാ ഷജറ, ഞാൻ വിലക്കിയതല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന് പിശാച് നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാണ് എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? ഉടനെ ആദം നബിക്ക് ആ തെറ്റ് മനസ്സിലായി. ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും കുറ്റമേറ്റു പറഞ്ഞു, പറ്റിപ്പോയി. അത് മനുഷ്യൻ്റെ ഭാവം എന്ന് പറയുന്നത് തെറ്റ് പറ്റാത്ത മാലാഖമാരുടേതല്ല, മലക്കുകളുടേതല്ല. പകരം തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്ന നിമിഷത്തിൽ തന്നെ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു പ്രകൃതം കൂടി തെറ്റുപറ്റുന്നതോടൊപ്പം അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സൂറ ബഖറയിൽ ഇത് വിവരിക്കുന്നിടത്ത് അള്ളാഹ് പഠിപ്പിക്കുന്നത്. ഫതലഖ ആദമു മിർ റബ്ബി കലിമാത്ത്. പാപമോചനത്തിനുള്ള വരികൾ എന്താണ് പറയേണ്ടത് എന്നുള്ളതും അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഫതാബ അലൈ, അവർ തൗബ ചെയ്തു. ഇന്നഹു തവ്വാബുർ റഹീം, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും അവൻ കരുണാവാരിധിയുമാണ്. ഈ സമയത്ത് തന്നെ മറ്റൊരു സംഗതി കൂടി സംഭവിക്കുന്നുണ്ടല്ലോ. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതി ആദം നബി ചെയ്തു. തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ തന്നെ ആദം നബി അതിന് തൗബ ചെയ്തു, തെറ്റാണ് എന്നുള്ളത് അംഗീകരിച്ചു. മറ്റൊരാളുണ്ടായിരുന്നു ഇബ്ലീസ്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭത്തിൽ സുജൂദ് ചെയ്തില്ല. ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ല. ഇവിടെ ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ചെയ്തു. രണ്ടാണെങ്കിലും നിഷേധ പ്രവണതയാണ്. അള്ളാഹു ഉടനെ ഇബ്ലീസിനെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഇനി ഇവനെങ്ങാൻ അറ്റ് ദി സ്പർ ഓഫ് എ മൊമെൻറ്റ് എന്തെങ്കിലും ഒരു നൈമിഷിക പ്രേരണയ്ക്ക് വിധേയമായിക്കൊണ്ടാണോ ഇവൻ വഴിതെറ്റി നടന്നത്? അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ എന്താണ് നിന്നെ തടഞ്ഞത് ആദമിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന്? ഇബ്ലീസ് നേരത്തെ ആദം നബി പറഞ്ഞ പ്രതികരണമല്ല ഇബ്ലീസിൻ്റെത്. ഇബ്ലീസ് പറയുന്നു, ഇബ്ലീസിൻ്റെ അഹന്ത വെളിപ്പെടുത്തുന്ന ഇബ്ലീസ്, ഖാല അന ഖൈറും മിൻഹു ഖലഖതുഹു മിൻ നാരിൻ വഖലഖതുഹു മിൻ ത്വയ്ൻ. ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ്, അതിനാൽ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് തീയിലാണ്, ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഒരാൾക്ക് ഞാൻ സുജൂദ് ചെയ്യുകയും. അഹന്ത കൂടുതൽ വെളിപ്പെടുകയാണ്. രണ്ട് കൂട്ടരെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പക്ഷെ രണ്ടിടത്തും വ്യത്യസ്തമായ ശൈലികളാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. ഇബ്ലീസിനോട് അള്ളാഹു പറയുന്നു, ഈ അഹങ്കാരിക്ക് ഇവിടെ സ്ഥാനമില്ല. ഖാല ഫഹ്ബിതു മിൻഹ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ. നിനക്ക് കിബിർ നടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല ഇത്. ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. അതിനാൽ നിന്ദ്യരിൽപ്പെട്ടവനായി നീ ഇവിടെ നിന്ന് പുറത്തു പോകണം, ശപിക്കപ്പെട്ടവനായി നീ ഇവിടെ നിന്ന് പുറത്തു പോകണം. ആദം നബിയെയും പുറത്താക്കുന്നുണ്ട് അള്ളാഹു സ്വർഗത്തിൽ നിന്ന്, കുടുംബത്തെയും. പക്ഷെ അവരോട് എന്താണ് പറയുന്നത്? ഖുൽ നഹ്ബിതു മിൻഹാ ജമിഅൻ. നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോകണം. തൗബ ചെയ്തു, ഞാനത് സ്വീകരിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ ഇനി ഇവിടെ നിൽക്കാൻ നിങ്ങളെ സംബന്ധിച്ചത് പഴുതില്ല. ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങളിലേക്ക് വന്നു ചെയ്യും. അന്ന് നീയും നിൻ്റെ സന്തതികളിലും ആരാണ് അത് സ്വീകരിക്കുന്നത് അവരെ സംബന്ധിച്ച് ദുഃഖിക്കാനോ സങ്കടപ്പെടാനോ ഇടയാകുന്നതല്ല. സ്വർഗം ഇപ്പോൾ നഷ്ടപ്പെട്ടു, സങ്കടത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇതേ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയേണ്ടതുണ്ട്, കഴിയും. എന്താണ് കണ്ടീഷൻ? നിങ്ങൾ ഈഗോ ഒഴിവാക്കുക, അഹന്ത നടിക്കാതിരിക്കുക, തെറ്റ് പറ്റാതിരിക്കുക. ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ
നാം തീരുമാനിക്കേണ്ടുന്ന കാര്യം അതാണ്. നമ്മുടെ ആദിപിതാവ് കുടുംബമായി ഇറങ്ങിപ്പോന്ന സ്വർഗത്തിലേക്ക് കുടുംബമായി കയറിപ്പോകേണ്ട ആളുകളാണ് നമ്മൾ. അതിനുള്ള മുന്നുപാധി എന്ന് പറയുന്നത് കിബർ. അണുമണിത്തൂക്കം പോലും മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. എന്താണ് കിബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വലിയവനാണെന്ന് കരുതുക, മറ്റുള്ളവർ എന്നെക്കാൾ ചെറിയ ആളുകളാണെന്ന് കരുതുക, സത്യത്തെ ധിക്കരിക്കുക. സത്യമാണെന്നറിഞ്ഞാലും നുണയാണെന്നറിഞ്ഞുകൊണ്ട് നുണ പറയുകയും നുണ പ്രവർത്തിക്കുകയും നുണയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതിനാൽ ഇന്ന് റമളാൻ 2 നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമളാൻ വരുത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഒരു ആത്മപരിശോധനയാണല്ലോ. ആ ആത്മപരിശോധനയിലെ പ്രധാനപ്പെട്ട ഇനമെന്ന് പറയുന്നത് ഈ 2 ജീവിത വഴികളിൽ, ഒന്ന് ഇബ്ലീസിൻ്റെ, ഒന്ന് ആദം നബിയുടെ, രണ്ടിനെയും വ്യത്യസ്തമാക്കുന്നത് നിങ്ങൾ ഈഗോയുടെ സൈഡിലാണോ അല്ല നിങ്ങൾ പശ്ചാത്താപത്തിൻ്റെ സൈഡിലാണോ എന്നുള്ളതാണ്. ഇതിലേത് വശത്ത് നമ്മൾ നിലകൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും റമളാൻ മാസം കൊണ്ട് അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അപ്രകാരം വിശുദ്ധ റമളാൻ മാസത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരായ അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും.